തുറക്കുന്നു. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്നാൽ നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ ന്യൂ ഇയർ ആയി. സാധാരണ എപ്പോഴും ഞാനൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ന്യൂ ഇയർ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കൂടെ ഒക്കെ അതേപോലെ തന്നെ വെച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. ഗിഫ്റ്റുകൾ ഒരുപാട് ഇഷ്ടമുള്ള ആദ്യം ഞാനും കൂടെയാണ് ഓരോ ഗിഫ്റ്റും ഓപ്പൺ ചെയ്യുന്നത്. ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ 25th വരെ ആദ്യം വെയിറ്റിംഗ് ആയിരുന്നു ഓരോ ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ അത് എപ്പോൾ ഓപ്പൺ ചെയ്യുന്നുള്ളത്. ഇത് ഷോർട്ട് ബ്രെഡ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഷോർട്ടി എന്നൊക്കെ പറയുവേ. ഇതൊരു ട്രഡീഷണൽ സ്കോട്ടിഷ് ബിസ്ക്കറ്റാണ്. അത് വൈറ്റ് ഷുഗറും പിന്നെന്താ ബട്ടറും വീറ്റ് ഫ്ലോറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത്. അതൊരു ട്രഡീഷണൽ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്ന കേട്ടോ. ഈ ഗിഫ്റ്റ് എക്സ്പെഷ്യലി ഫോർ ആദിക്ക് വേണ്ടിയുള്ളതാണ്. അവനുള്ള ഗെയിം സെറ്റും കാര്യങ്ങളൊക്കെയാണ്. ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് ഷെയർ ചെയ്യുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഗിഫ്റ്റ് വലുതാവണമെന്നോ ചെറുതാവണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇങ്ങനെ കളിക്കാനുള്ള ഗെയിം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ കുറേ സ്വീറ്റ്സ് ഒക്കെ ആയിരിക്കും. പക്ഷേ ചെറുതോ വലുതോ ഒന്നുമല്ല, അതിങ്ങനെ ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞ് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം അവിടെ. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്ന പല പല ഗിഫ്റ്റുകളായിരുന്നു. നമ്മളിങ്ങനെ കിട്ടുമ്പോൾ ആദ്യം മുതലേ എല്ലാം ഇത് ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ക്രിസ്മസ് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യും. സ്വീറ്റ്സും കാർഡും മസ്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ പ്ലം കേക്കും സ്വീറ്റ്സും കാർഡും. കഴിഞ്ഞ പ്രാവശ്യം ടമ്മോ ഞങ്ങളിത് കഴിച്ച് ഒരു പരുവായി. ഷുഗറൊക്കെ ചിലപ്പോൾ നന്നായിട്ട് കൂടും. ഞാൻ ഇതുവരെയും ചെക്ക് ചെയ്തിട്ടില്ല. ഇതുവരെയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഇത് തിന്ന് ഒരു പരുവാകും. ഇത് കാണുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കൊതിച്ചിട്ടില്ല ഇതൊക്കെ കഴിക്കാൻ. അന്ന് ഇത്രയൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ പിന്നെ എത്ര പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും നന്നായിട്ട് ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന കാണാം. ഇവിടെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റൊക്കെ. ഈ ഗിഫ്റ്റ് ആദ്യം ഒരുപാട് ഇഷ്ടമായി. വേൾഡ് മാപ്പ്. അവന് ഈ കൺട്രീസ് ഇങ്ങനെ ഓരോ നോക്കി പറയാനും ഇതിവിടെയാണ് അതവിടെയാണെന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതവന് ഒരുപാട് ഇഷ്ടമായി. നല്ല സിനമൻ്റെ സ്മെല്ലുള്ള നല്ല ക്യാൻഡിലായിരുന്നു. നല്ല ഭംഗിയുണ്ട് അത് കാണാനും, അതിൻ്റെ ആ കളറും അതേപോലെ സ്മെല്ലും. നല്ല ഭംഗിയുള്ള
ക്യൂട്ട് ഒരു ക്ലോക്കും ഒരു ഫോട്ടോ ഫ്രെയിമും. നല്ല രസമുണ്ടല്ലേ? ഡിഫ്യൂസർ, കാർഡ്സ്, ബുക്സ്, പിന്നെ കുറേ സ്വീറ്റ്സ്, അങ്ങനെ നിറയെ ഗിഫ്റ്റുകൾ. അതൊക്കെയായിരുന്നു നമ്മുടെ ഇത്തവണത്തെ ഗിഫ്റ്റുകൾ. ഇതേപോലെ ഗിഫ്റ്റുകൾ നമ്മൾ അങ്ങോട്ടേക്കും ഷെയർ ചെയ്തു. ഈ ഒരു ക്രിസ്മസ് ടൈം എപ്പോഴും ഇങ്ങനെ ഗിഫ്റ്റും ഷെയറിങ്ങും ഒക്കെയാണ്. നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. എല്ലാ ക്രിസ്മസ് ഗിഫ്റ്റുകളും നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവരി വൺ ഫോർ ദീസ് ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ഗിഫ്റ്റ്. ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു, നല്ല മഞ്ഞും ഒക്കെ ആയിട്ട്. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് പതുക്കെ ഇതൊക്കെ എടുക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ന്യൂ ഇയർ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടേ അല്ല ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീയിൽ നമ്മൾ നേരത്തെ ഇട്ടില്ലായിരുന്നു മുറ്റത്തെ. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ലപോലെ തണുപ്പും മഞ്ഞൊക്കെ ഇങ്ങനെ പൊടിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പിന്നെ ക്യാൻഡി കെയിൻ സ്റ്റിക്കൊക്കെ നമ്മൾ മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡെക്കറേഷൻസിൻ്റെ, അതുണ്ട്. പിന്നെ വിൻഡോയുടെ സൈഡിൽ ഞാൻ ചെറിയൊരു പോട്ടിൽ കുറച്ച് ഡെക്കറേഷൻസ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം. അതാണ് മുറ്റത്തുള്ളത്. അതെല്ലാം എടുത്തിട്ട് നമ്മളിതിൻ്റെ മണ്ണും പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് വീണ്ടും നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മളതിൻ്റെ എല്ലാം വീണ്ടും റീപാക്ക് ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം. പറഞ്ഞപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ട്രീയിലുള്ള ഓരോന്നും ഞാനിങ്ങനെ ചെറിയ ചെറിയ നൂൽക്കമ്പി വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അതിലെ ഓരോ ഓർണമെൻറ്റ്സ് അതൊന്നും പോകാതെ ഇങ്ങനെ അതിനകത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഇടയ്ക്ക് ഭയങ്കര കാറ്റായിരിക്കും. ആ നല്ല കാറ്റിലത്ത് ചിലപ്പം പറന്നു പോകണ്ടെന്ന് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഞാൻ കെട്ടി വെച്ചതാണ്. അപ്പം അതെല്ലാം എടുത്ത് വന്നപ്പോൾ അതോ കൈ നല്ല തണുത്ത് മരവിച്ചിരിക്കുകയായിരുന്നു. കുറേ ടൈം എടുത്ത് പറയുമ്പോൾ എളുപ്പമാണ്, ഇച്ചിരി സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയാൽ മതി എന്ന് പറയാം. പക്ഷേ കുറച്ച് നേരം എടുക്കും ഇതെല്ലാം എടുത്ത് വന്നപ്പോൾ. ഇത് നമ്മൾ മെയിൻ ഡോറിൽ ഇട്ടിരുന്ന ക്രിസ്മസ് വൃത്തായിരുന്നു. ഇനി ഇതെടുത്ത് മാറ്റണം. പിന്നെ ഫോയറിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റണം. സ്റ്റെയറിൽ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഇങ്ങനെ ചെറിയ സ്റ്റാറും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് മാറ്റണം. പിന്നെ ഇൻസൈഡ് ഒരു ലൈവായിട്ടുള്ളൊരു ട്രീയിൽ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ട് ഈ ഓർണമെൻറ്റ്സ് എല്ലാം നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ റീപാക്ക് ചെയ്ത് മാറ്റിയിട്ട് ഒരു മിനിമൽ കോസി വിൻ്റർ ഹോം ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഇതെടുത്ത് മാറ്റിയപ്പോഴുണ്ടല്ലോ സത്യം ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്കിതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇരുന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ. ആ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്ത 1-2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. വീഡിയോസിൻ്റെ ഓരോ ആംഗിളും അതിലെടുത്തിരിക്കുന്ന ഓരോ ഫോട്ടോസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എല്ലാം അഴിച്ച് പെറുക്കി എടുത്ത് വന്നപ്പോൾ ഇത്രയുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് റീപാക്ക് ചെയ്തെടുത്ത് മാറ്റി വെക്കണം, എന്നാലേ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് യൂസ് ചെയ്യും. ഇതൊക്കെ ഞാൻ ഓരോ ടൈമിൽ വാങ്ങിയത്, ഒറ്റ ഇതായിട്ട് വാങ്ങിയിട്ടല്ല. ഇതേപോലെ എടുത്തിട്ട് വീണ്ടും എടുത്ത് വെക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇയർ വീണ്ടും ഇതുപോലെ വെക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഫ്രൂട്ട്സ് വാങ്ങിയപ്പോൾ കിട്ടിയത്. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറഞ്ഞ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈലായിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇനി വീണ്ടും റീപാക്ക് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇത് ഞാൻ വിൻഡോയിൽ ഒട്ടിച്ച സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ഇനി ഇതെല്ലാം എടുത്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. മെയിൻ ഡോറിൽ ഇതാ ഈ വ്രീത്ത് ഇട്ടു. നമുക്കൊരു ചെറിയ ഫയർ സ്പേസ് ഉള്ളത് ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് നാച്ചുറൽ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആസ് യൂഷ്വൽ ബുദ്ധ സ്റ്റാച്ചു ഇവിടെ തന്നെ കാണും. പിന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സും ഫ്ലവേഴ്സും പിന്നെ ഡിഫ്യൂസർ വെക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കുമല്ലോ. ആ ഡിഫ്യൂസർ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയില്ലേ, അതും അവിടെ വെച്ചു. അപ്പം നല്ല സ്മെല്ലായിരിക്കും നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ. അപ്പം അതൊക്കെ വെച്ചിട്ട് കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ ആണ് ഫൈനൽ ലുക്ക്.
നാച്ചുറൽ ഫ്ലവേഴ്സ് കുറച്ച് ദിവസമേ കാണുള്ളൂ. അത് കഴിയുമ്പോൾ എന്തായാലും അത് മാറ്റും. ബാക്കി എന്തായാലും അവിടെ തന്നെ കാണും. ഈ വിൻഡോയിലായിരുന്നു നമ്മൾ സ്റ്റിക്കറൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് അത്ര വലിയ പൊടിയൊന്നുമില്ല. അത്യാവശ്യം ചെറിയ ചെറിയ കുറച്ച് ലീഫൊക്കെ ഒന്ന് ഉണങ്ങി വീണിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തു. ഇത് ക്രിസ്മസിന് യൂസ് ചെയ്തിരുന്ന കുഷൻ കവറായിരുന്നു. ഇനി ഒരു നോർമൽ കുഷൻ കവർ ഇടണം. വിൻ്റർ ടൈം അല്ലേ ഇപ്പോൾ, അപ്പോൾ അതിന് പറ്റുന്ന ഏതെങ്കിലും ഒരു കുഷൻ കവർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്ന കുഷൻ കവർ. എനിക്കിഷ്ടപ്പെട്ടു. അധികം വലിയ കളേഴ്സ് ഒന്നുമില്ല. അത് ആ സോഫയോട് യോജിച്ചു പോകുന്ന ഒരു കളർ തന്നെയാണ്. എപ്പോഴൊന്നും കുഷ്യൻ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് ഒന്ന് പതിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ടീപ്പോയ് ക്ലീൻ ചെയ്തിട്ട് നേരത്തെ നമ്മളോട് ക്രിസ്മസ് ഡെക്കർ ഒക്കെ ആയിരുന്നു വെച്ചിരുന്നത്, അതൊക്കെ ചേഞ്ച് ചെയ്തു. ചെറിയൊരു വൈറ്റ് പോട്ടും അതിനകത്തൊരു ഓർക്കിഡ് ഫ്ലവേഴ്സാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഹേർട്ട് ഷേപ്പ് ബോക്സിനകത്ത് ഡ്രൈ ഫ്ലവേഴ്സ്, നല്ല സ്മെല്ല്. അത് 2 ഗോൾഡൻ ബേർഡ്സ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ടീപ്പോയുടെ സെൻറ്റർ പോർഷൻ ഡെക്കറേറ്റ് ചെയ്തു. ഡൈനിങ് ടേബിളിലുള്ള കവേഴ്സൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, അതതുപോലെ തന്നെ ചെയ്തു. ഒരു ലൈറ്റും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും ഫ്ലവറും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കി. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്തിരുന്നത് കിച്ചണിലായിരുന്നു. പിന്നെ അവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് എല്ലാം റീസെറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് കിച്ചണിലെ ഫൈനൽ ലുക്ക്. സീസണൽ ഡെക്കറേഷൻസും ഹോം സ്റ്റൈലിങ്ങും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൂടുതൽ ഡെക്കറേഷൻസും ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. വോൾ ഹാങ്ങിങ് ആണെങ്കിലും ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും ഡാഫോഡിൽസ് യെല്ലോ കളർ ഫ്ലവേഴ്സ് ഇല്ലേ, അത് ഞാൻ ഉണ്ടാക്കിയാണ്. ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെയാണ്, ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഒക്കെയാണ് ഞാൻ കൂടുതൽ ഡെക്കറേഷൻസിന് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ന്യൂ ഇയർ ക്രിസ്മസ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഹോം സ്റ്റൈലിംഗ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.